सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांतिः। ओम सदाशिवसमारंभा शंकराचार्यमध्यमा अस्मदाचार्यपर्यन्ता वन्दे गुरुपरम्परा। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः। ओम नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंश ऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वो वप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ओम पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ओम शांति शांति शांतिः। हरिः ओम श्री गुरुभ्यो नमः। हरिः ओम। എല്ലാ സാധകർക്കും പ്രണാമം. ഹരി ഓം. ഓം നമോ നാരായണ. അധ ശുക്ലയജുർവേദീയ കാണ്വശാഹ ബൃഹദാരണ്യക ഉപനിഷത് പ്രഥമകാണ്ഡം മധുകാണ്ഡം ദ്വിതീയോധ്യായം ബ്രഹ്മവിദ്യാ പ്രകരണം പഞ്ചമബ്രാഹ്മണം മധുബ്രാഹ്മണം. മധുവിദ്യ എന്ന പേരിൽ യാജ്ഞവൽക്യ മഹർഷി കർമ്മഫലത്തിനെ പ്രശംസിച്ചുകൊണ്ട് മധുബ്രാഹ്മണം അഥർവണ മഹർഷി അശ്വിനി കുമാരന്മാർ ഗുരു ശിഷ്യ സംവാദ രൂപത്തിൽ ഉപദേശിച്ചു തരുന്ന ബ്രാഹ്മണമാണ് മധുബ്രാഹ്മണം. അതിൽ നമ്മൾ 14 വരെയുള്ള മന്ത്രങ്ങളിൽ സർവാത്മഭാവം എങ്ങനെയാണ് വളർത്തിയെടുക്കേണ്ടത് എന്ന് അശ്വിനി കുമാരന്മാരോട് അഥർവണ മഹർഷി ഉപദേശിക്കുന്നതായി നമ്മൾ കണ്ടു. അതിനുശേഷം ആരാണോ ഈ സർവാത്മഭാവത്തിലെത്തുന്നത് അവർക്ക് സർവാത്മജ്ഞാനം എന്ന അവസ്ഥയിലെത്തും. അത് തന്നെയാണ് മോക്ഷം. ആ മോക്ഷത്തിലെത്തുന്ന ആളെ ഇവിടെ ജ്ഞാനി എന്ന് വിളിക്കുന്നു, അല്ലെ ജീവൻ മുക്തൻ എന്ന് നമ്മൾ പൊതുവേ പറയുന്നു. ആ ജീവൻ മുക്തൻ്റെ വാക്കുകളാണ് 15ാമത്തെ മന്ത്രത്തിൽ നമ്മൾ കണ്ടത്. നമ്മൾ ഇന്നലെ ഒരു കാര്യം എഴുതിയിരുന്നില്ലേ, ആരാണോ ഈ സാധനകളിലൂടെ കടന്നു പോകുന്നത് അവർക്ക് സർവാത്മഭാവത്തിലെത്തും, അവരെ ജ്ഞാനി എന്ന് വിളിക്കുന്നു എന്നൊക്കെ. ഇതിന് ടെക്നിക്കലി മറ്റൊരു പേര് പറയും. ഞാൻ ഇന്നലെ ഇങ്ങനെ ആലോചിച്ചത് പറയണോ പുതിയ വാക്കുകളാണ്. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ എത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റുമോ, അതല്ല പ്രയാസമായി തോന്നുമോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ ഇന്നലെ ഞാൻ എന്നിട്ട് പറയണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്നൊരു സമാധാനം കിട്ടുന്നില്ല. പറയാണ്ട് പോയാൽ പിന്നെ നമ്മളിനി എപ്പോൾ പഠിക്കുമെന്ന് അറിയില്ല. അതുകൊണ്ട് വേണ്ടവർ മാത്രം ആ ടെർമിനോളജി എഴുതി വെക്കുക. എന്താ പറയുക, വേദാന്തത്തിൽ ഇതിനെ വിളിക്കുന്ന വാക്ക് പ്രമേയ അസംഭാവന നിവൃത്തി എന്നാണ് പറയുക. കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പ്രമേയ അസംഭാവന നിവൃത്തി, അതായത് എല്ലാ ദ്വൈത ബുദ്ധിയും അവസാനിപ്പിക്കുന്ന ആ അവസ്ഥയാണ് പ്രമേയ അസംഭാവന നിവൃത്തി എന്ന ഒരു പദം കൊണ്ട്, അല്ലെ ടെക്നിക്കൽ ടേം കൊണ്ടാണ് വേദാന്തം ഇതിനെ അതിസംബോധന ചെയ്യുന്നത്.
പ്രമേയ അസംഭാവന നിവൃത്തി എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ദ്വൈത ബുദ്ധി അവസാനിക്കുന്ന അവസ്ഥ, അതിനാണ് പ്രമേയ അസംഭാവന നിവൃത്തി എന്ന് പറയുന്നത്. ഇനി ആ വാക്ക് സുപരിചിതമല്ലെങ്കിൽ വിട്ടേര്, നിങ്ങളുടെ അറിവിലേക്ക് പുതിയൊരു വാക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആരും അതിന് ടെൻഷനൊന്നും അടിക്കരുത്. ഇത്രയേ ഉള്ളൂ, കാര്യം ഇതേ ഉള്ളൂ. എന്താണ്? ഞാൻ വേറെ, ഈശ്വരൻ വേറെ, സർവചരാചരങ്ങളും വേറെ എന്നുള്ള ആ ദ്വൈത ബുദ്ധി അവസാനിക്കൽ. അതിനെ ടെക്നിക്കലായിട്ട് പറയും. നിങ്ങൾ ബാലകൃഷ്ണ സാറിൻ്റെ പുസ്തകമൊക്കെ വായിച്ചാൽ അതിലൊക്കെ ഇത് കാണാം. മലയാളത്തിൽ മറ്റുള്ളിടത്തായി ഉള്ളതായിട്ട് എനിക്കറിയില്ല. കുറച്ച് ആഴത്തിലുള്ള സൂക്ഷ്മമായ ഗ്രന്ഥങ്ങളിൽ കാണാം. പ്രമേയ അസംഭാവന നിവൃത്തി എന്ന് വെച്ചാൽ ദ്വൈത ബുദ്ധി നാശം. അത്രയുള്ളൂ. നമ്മൾ സാധാരണ എപ്പോഴും ഇതാ പറയുന്നത്, ദ്വൈത ബുദ്ധി നശിപ്പിക്കുക, അതാണ് സർവാത്മഭാവം, എല്ലാറ്റിലും ഈശ്വരനെ കാണുക. അപ്പോൾ ദ്വൈതം മാറും. ദ്വൈതം അറിയാമല്ലോ, ഞാൻ വേറെ, ഈശ്വരൻ വേറെ എന്നുള്ള ആ അറിവ് അല്ലെങ്കിൽ ആ ഭാവം, അതാണ് ദ്വൈത ബുദ്ധി. അത് മാറും. അതിനെ എന്താ വിളിക്കുക? പ്രമേയ അസംഭാവന നിവൃത്തി. അതെങ്ങനെ മാറും? നമ്മൾ ഇന്നലെ പറഞ്ഞ സാധനകളിലൂടെ. ഈ സാധന മാത്രമല്ല കേട്ടോ, നമ്മൾ പഠിച്ച മറ്റ് ഏത് സാധനകളും ഇവിടെ എടുക്കാം. അനേക സാധനകൾ നമ്മൾ പഠിച്ചു. അശ്വബ്രാഹ്മണം പഠിച്ചു, അഗ്നിബ്രാഹ്മണം, ഉദ്ഗീത ബ്രാഹ്മണം, പുരുഷവിധ ബ്രാഹ്മണം, പ്രാണബ്രാഹ്മണം, ശിശുബ്രാഹ്മണം, അല്ലേ? ഈ ബ്രാഹ്മണങ്ങളുടെ പേര് തന്നെ എത്രയുണ്ട്. അതിലേതെങ്കിലുമൊക്കെ ഓർത്തിരുന്നാൽ മതി. അത് എന്തിനു വേണ്ടി? യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു തരുന്നു, ഈ ദ്വൈതബുദ്ധി മാറി. ദ്വൈതബുദ്ധി മാറൽ തന്നെയാണ് മോക്ഷം. അത് നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. സർവാത്മജ്ഞാനമേവ മോക്ഷഃ എന്ന് കണ്ടിരുന്നു. നമുക്ക് ഒരുമിച്ച് ഒന്നുകൂടെ പാരായണം ചെയ്യാം 15ാമത്തെ മന്ത്രം. അതിനുശേഷം നമുക്ക് 16ലേക്ക് പോകാം. സവായമാത്മാ സർവേഷാം ഭൂതാനാം അധിപതിഃ സർവേഷാം ഭൂതാനാം രാജാ തത് യഥാ രഥനാഭോ ച രഥനേമൗ ച അരാഹ സർവേ സമർപ്പിതാഃ ഏവം ഏവ അസ്മിൻ ആത്മനി സർവാണി ഭൂതാനി സർവേ ദേവാഃ സർവേ ലോകാഃ സർവേ പ്രാണാഃ സർവ ഏതദ് ആത്മനഃ സമർപ്പിതാഃ. 3 തരം ഭാവനകളുണ്ട് കേട്ടോ. നമുക്ക് പതിയെ പതിയെ അത് പഠിക്കാം. 1 പ്രമാണ അസംഭാവന, 2 പ്രമേയ അസംഭാവന, 3 വിപരീത ഭാവന. 3 ഭാവനകളുണ്ട്. അപ്പം ഇവിടെ നമുക്ക് ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി, അല്ലെങ്കിൽ പുതിയൊരു പദം നിങ്ങൾ എഴുതി വെച്ചാലും മതി. അപ്പോൾ ആ പ്രമേയ അസംഭാവന നിവൃത്തി ആർക്കാണോ എല്ലാറ്റിലും ഈശ്വരനെ കാണാൻ കഴിയുന്നത് അവരെ ഇവിടെ ജ്ഞാനി എന്ന് വിളിക്കുന്നു. ആ ജ്ഞാനിയുടെ വാക്കുകളാണ് നമ്മൾ കണ്ടത്. അവർ എന്താണ്? അവർക്ക് എല്ലാറ്റിലും അധിപതിയായിരിക്കുന്നത് ഒന്നിനെ മാത്രം കാണാൻ സാധിക്കുന്നു. പിന്നെ രഥനാഭിയുടെ ഉദാഹരണം കണ്ടു. പിന്നെ നമ്മളത് മറ്റു പലയിടത്തും പഠിച്ചിട്ടുള്ളതായിട്ടും ചർച്ച ചെയ്തു. മുണ്ടകോപനിഷത്ത്, പ്രശ്നോപനിഷത്ത്. പിന്നെ അത് കഴിഞ്ഞ് അവരെന്താണ്? രാജ എന്ന പദം കൊണ്ട് ജ്ഞാനി പറയുകയാണ്, ഒറ്റ രാജാവേ ഉള്ളൂ, അല്ലേ? അതാരെന്ന് ഇവിടെ പറഞ്ഞു. അതിനുശേഷം നമ്മൾ കണ്ടു എല്ലാ ലോകങ്ങളിലും, എല്ലാ ദേവതകളിലും, ദേവതാ ശരീരങ്ങളിലും, എല്ലാ ജീവാത്മാക്കളിലും ആത്മനഃ സമർപ്പിതാഃ, പരമാത്മാവ് മാത്രമാണ് സമർപ്പിതം. സമർപ്പിതം എന്ന് വെച്ചാൽ നിലനിൽക്കുന്നത്. പരമാത്മാവിലാണ് ഈ എല്ലാ ജീവാത്മാക്കളും നിലനിൽക്കുന്നത് എന്ന നിശ്ചയബുദ്ധി ജ്ഞാനിക്കെത്തും ഈ സാധനകളിലൂടെ കടന്നുപോയാൽ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു 15ാമത്തെ മന്ത്രം. എല്ലാവരും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് നമുക്ക് പോകാം. മധുവിദ്യാസ്തുതി, അതാണ് 16, 17 മന്ത്രങ്ങൾ. നിങ്ങൾ പുസ്തകമൊക്കെ അടച്ചു വെച്ചോട്, വേണമെങ്കിൽ കഥയാണിനി, വെറുതെ കേട്ടിരുന്നാൽ മതി. മധുവിദ്യാസ്തുതി. ഇപ്പോഴും നമ്മൾ 15 വരെയുള്ള മന്ത്രങ്ങൾ കണ്ട് അതിനുശേഷം
യാജ്ഞവൽക്യ മഹർഷി ഇത്രയും നേരം ആരാണ് സംസാരിച്ചിരുന്നത്, ആരോടാണ് സംസാരിച്ചിരുന്നത് എന്നുള്ള കഥാപാത്രങ്ങളിലൂടെ ഈ മധുബ്രാഹ്മണത്തിൻ്റെ പുതിയൊരു എന്താ പറയുക, ഒരു കാഴ്ചപ്പാട് നമുക്ക് പറഞ്ഞു തരികയാണ്. എന്തിനു വേണ്ടി? നമ്മളിത് മറക്കാതിരിക്കാൻ വേണ്ടി. അല്ല, നമ്മൾ നചികേതസിനെ മറക്കുന്നില്ല, ശ്വേതകേതുവിനെ മറക്കുന്നില്ല, അല്ലേ? കഥാപാത്രങ്ങൾ നമ്മളിലൂടെ ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ സാധനയ്ക്ക് എളുപ്പത്തിന് വേണ്ടി പറയുകയാണ്. ഇത്രയും നേരം സംസാരിച്ചത് നമ്മൾ ആ പേരുകൾ പരിചയപ്പെടാനായിട്ട് എന്നും പറയുന്നുണ്ടായിരുന്നു. ഗുരുവായ അഥർവണ മഹർഷി ശിഷ്യന്മാരായ അശ്വിനി കുമാരന്മാരോട് പറയുകയായിരുന്നു. ഇനി അവരുടെ കഥയാണ് വരുന്നത്. അതായത് ഇത് എവിടെ പറഞ്ഞിട്ടുണ്ട്? വേദത്തിൽ മാത്രമാണോ മറ്റു പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ളതായിട്ട് ഭഗവാൻ ശങ്കരാചാര്യ സ്വാമി ഭാഷ്യത്തിൽ പറഞ്ഞിട്ടില്ല. പിന്നീടുള്ള വ്യാഖ്യാതാക്കൾ ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഈ കഥയുടെ ഉത്ഭവം എവിടെയെന്ന് യാജ്ഞവൽക്യ മഹർഷിയും പറയുന്നില്ല. അത് കാരണം പിന്നീടുള്ള വ്യാഖ്യാതാക്കൾ അത് തേടിപ്പോയിട്ടുമില്ല. കാരണം ഉപനിഷത്തിൻ്റെ രീതി എന്താണ്? പുരാണ ഇതിഹാസങ്ങളിലെ പോലെ കഥകൾ ഉപകഥകൾക്ക് പ്രാധാന്യം കൊടുക്കലല്ല, അതിലെ താല്പര്യത്തിന് പ്രാധാന്യം കൊടുക്കലായതുകൊണ്ട് പിന്നീടുള്ള വ്യാഖ്യാതാക്കളും ഇത് എവിടെ നിന്നാണ് ഈ കഥയുടെ ഉത്ഭവമെന്നും പറയുന്നില്ല. അതുകൊണ്ട് നമ്മളും അത് അന്വേഷിച്ച് പോകണ്ട. കഥയുടെ താല്പര്യം മാത്രം നമുക്കെടുക്കാം. ദേവേന്ദ്രനും ബ്രഹ്മവിദ്യ കിട്ടി. അപ്പോൾ ദേവേന്ദ്രന് ഗുരുനാഥനിൽ നിന്ന് ബ്രഹ്മവിദ്യ കിട്ടി. നമ്മൾക്കിത് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. എവിടെ? ചാന്തോക്യ ഉപനിഷത്ത് 8-ാം അധ്യായത്തിൽ ദേവേന്ദ്രന് സാക്ഷാൽ ചതുർമുഖ ബ്രഹ്മാവ് ബ്രഹ്മവിദ്യ ഉപദേശിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? അസുരന്മാർ വന്നു, വിരോചനൻ വരുന്ന കഥയൊക്കെ. വിരോചനനും ദേവേന്ദ്രനും രണ്ടുപേര് പഠിക്കാൻ വരുന്നു, അല്ലേ? എന്നിട്ട് വിരോചനൻ പാതി വഴിക്ക് ഉപേക്ഷിച്ച് പോകുന്നു. പക്ഷെ ദേവേന്ദ്രൻ ആ ബ്രഹ്മവിദ്യ പൂർത്തീകരിക്കുന്ന കഥ 8-ാം അധ്യായം ചാന്തോക്യ ഉപനിഷത്ത്. ചിദ്വിദ്യ, അല്ലേ? ചിദ്വിദ്യ, അതിൻ്റെ പേര് ചിദ്വിദ്യ എന്നാണ് 8-ാം അധ്യായം. അതുമായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാം. പക്ഷെ അത് നിർബന്ധമില്ല, എല്ലാ വ്യാഖ്യാനങ്ങളിലും അങ്ങനെ പറയുന്നില്ല. അപ്പോൾ ദേവേന്ദ്രന് ബ്രഹ്മവിദ്യ കിട്ടി. നമുക്ക് ചതുർമുഖ ബ്രഹ്മാവിൽ നിന്നോ അല്ലെ ഗുരു പരമ്പരകളിൽ നിന്നും എടുക്കാം. ദേവേന്ദ്രൻ എന്ത് ചെയ്തു? ബ്രഹ്മവിദ്യയെ ദേവേന്ദ്രനൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിരുന്നു, ഒരു താക്കീത് കൊടുത്തിരുന്നു ബ്രഹ്മവിദ്യ ഉപദേശിച്ച പരമ്പരകൾ എന്താണ് കൊടുത്തത്? നീ ഇത് ആരാണോ ബ്രഹ്മവിദ്യ തേടി നിൻ്റെ അടുത്ത് വരുന്നത് അവർക്ക് പരീക്ഷണത്തിലൂടെ അവർ അർഹരാണോ അതോ അനർഹരാണോ എന്ന് പരീക്ഷണത്തിലൂടെ തിരിച്ചറിഞ്ഞിട്ട് മാത്രമേ നീ ഇത് അടുത്ത തലമുറയ്ക്ക് അല്ലെങ്കിൽ ഇനിയുള്ള ശിഷ്യ പരമ്പരകളിലേക്ക് പ്രശിഷ്യ പരമ്പരകളിലേക്ക് പകർന്നു നൽകാവൂ എന്ന് വളരെ നിർബന്ധമായ താക്കീതുണ്ടായിരുന്നു. ദേവേന്ദ്രൻ അത് ഞാൻ പാലിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ബ്രഹ്മവിദ്യ സ്വീകരിക്കുന്നത്. അങ്ങനെ ദേവേന്ദ്രൻ എന്ത് ചെയ്തു? അതിനെ സ്വീകരിച്ചു. അതിനുശേഷം മഹർഷിമാർക്ക് പകർന്നു നൽകി. അനേകം മഹർഷിമാരുടെ പേര് വ്യാഖ്യാനങ്ങളിൽ പറയുന്നുണ്ട്. ഇവിടെ അഥർവണ മഹർഷിയുടെ പേര് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. മഹർഷി പരമ്പര എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പം മഹർഷിമാർക്ക്, അതായത് അവരെന്താണ്, നിത്യേന തപസ്സാദി സാധനകളിലൂടെ അവർ സാധനകൾ നിഷ്ഠയോടുകൂടി, നമ്മൾ പറയില്ലേ കൺസിസ്റ്റൻസി എന്നൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കാറില്ല, അതായത് സ്ഥിരത, അതാണ് സാധനയിലെ ഏറ്റവും ശിഷ്യന് വേണ്ട അധികാരം. അതുള്ളവർക്ക് കൊടുക്കണം. ആ സ്ഥിരതയോടുകൂടി സാധന ചെയ്യുന്നവർക്ക് കൊടുക്കണം. അങ്ങനെ മഹർഷിമാരെ കണ്ടെത്തി ദേവേന്ദ്രൻ. അങ്ങനെ ദേവേന്ദ്രൻ ഈ വിദ്യയെ മഹർഷിമാർക്ക് കൊടുത്തു. അപ്പോൾ മഹർഷിമാരോടും ദേവേന്ദ്രൻ പറഞ്ഞിരുന്നു, എന്താ പറഞ്ഞത്? നിങ്ങൾ ഇത് എൻ്റെ ഗുരു പരമ്പര എന്നോട് ഇങ്ങനെയാണോ പറഞ്ഞത്? അർഹതയുള്ളവർക്ക് മാത്രമേ കൊടുക്കാവൂ, അനർഹർ അനേകം വരും, അവരെയൊക്കെ പരീക്ഷിച്ച് അവർക്ക്
കൺസിസ്റ്റൻസി ഉണ്ടോ, ഈ വാക്ക് മറന്നു പോകരുത്. ഇവർക്ക് സ്ഥിരതയുണ്ടോ, നിഷ്ഠയോടുകൂടിയാണോ അവർ സാധന ചെയ്യുന്നത്, ഈ ബ്രഹ്മവിദ്യയെ അവർക്ക് കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കുവാനുള്ള അധികാരമുണ്ടോ, സ്വീകരിച്ചതിന് ശേഷം അത് പ്രയോജനപ്പെടുത്തുവാനുള്ള, അവരുടെ ജീവിതത്തിൽ അത് പ്രയോജനപ്പെടുത്തുവാനുള്ള അധികാരമുണ്ടോ, അതിനെ ഇനിയുള്ള പ്രശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവരും ഈ നിയമം പാലിക്കുവോ, ഏത് നിയമം, വീണ്ടും പകർന്നു കൊടുക്കുന്ന തലമുറയ്ക്ക് അധികാരമുണ്ടോ എന്ന് പരീക്ഷിച്ചതിന് ശേഷമാണോ കൊടുക്കുക. ശ്രദ്ധിക്കണേ, ഇതെല്ലാം ചെയ്തതിന് ശേഷമേ ബ്രഹ്മവിദ്യയെ അടുത്ത ശിഷ്യ പ്രശിഷ്യന്മാർക്ക് കൊടുക്കാവൂ എന്ന് ദേവേന്ദ്രനും മഹർഷിമാരോട് പറഞ്ഞു. അപ്പം ഇവരുടെ സാധനാബലം കണ്ടിട്ട് ദേവേന്ദ്രൻ അത് കൊടുത്തു. അങ്ങനെ ബ്രഹ്മവിദ്യയെ നമ്മൾ ഒരിക്കലും എനിക്ക് മാത്രം എന്ന് പറഞ്ഞ് സ്വന്തമാക്കി വെക്കരുത്, അല്ലേ. ഏറ്റവും വലിയ സാധന നമ്മൾ പഠിച്ചിരുന്നു തൈത്തിരീയ ഉപനിഷത്തിൽ, സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം, അല്ലേ, അതിനൊരു പ്രമാദം വരുത്തരുതേ എന്ന്. അപ്പം അത് ദേവേന്ദ്രനും അത് ചെയ്തു. അതാണ് നമ്മൾ അധികാരികളിലേക്ക് പകർന്നു കൊടുക്കുന്നതാണ് നമ്മളുടെ പൂർവികരായ ഗുരുപരമ്പരകൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ദക്ഷിണ. അപ്പോൾ അത് ദേവേന്ദ്രൻ ചെയ്തു. അപ്പോൾ ദേവേന്ദ്രൻ ഈ മഹർഷിമാരോടും പറഞ്ഞിരുന്നു, ഇങ്ങനെ നിങ്ങൾ ചെയ്യാവുള്ളൂ എന്ന്. ഇല്ലെങ്കിൽ ഞാൻ ഇതറിയും, നിങ്ങൾ പരീക്ഷണത്തിലൂടെ അല്ല കൊടുക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തക്കതായ ശിക്ഷ നൽകുമെന്നുള്ള ഒരു മുന്നറിയിപ്പും ദേവേന്ദ്രൻ കൊടുത്തിട്ട് മഹർഷിമാർക്ക് കൊടുത്തു. അങ്ങനെ ഇത് മഹർഷിമാർക്ക് പകർന്നു കൊടുത്തു എന്ന് ദേവലോകത്തുള്ള മറ്റുള്ളവരൊക്കെ അറിഞ്ഞു. അപ്പം മറ്റുള്ളവർക്കൊന്നും കിട്ടുന്നില്ലല്ലോ ദേവലോകത്തുള്ളവർ. അപ്പോൾ മഹർഷിമാർ ഞങ്ങളുടെ അടുത്തിരിക്കുന്ന ഞങ്ങൾക്ക് തരാണ്ട് മഹർഷിമാർക്ക് പോയി കൊടുത്തു എന്നൊരു അപകർഷതാബോധം ഉണ്ടാവുമല്ലോ ദേവലോകത്തുള്ളവർക്ക്. തൊട്ടടുത്തിരിക്കുന്ന ഞങ്ങളോട് പറഞ്ഞില്ല, ദൂരെയുള്ളവർക്ക് കൊടുത്തു, നമുക്കും അങ്ങനെ തോന്നാമല്ലോ. അപ്പോൾ എന്ത് ചെയ്തു, ഇത് അശ്വിനി കുമാരന്മാർ ഇതറിഞ്ഞു. അപ്പം അവർക്കും ഒരു ആഗ്രഹമുണ്ടായി, ഇത്രയും ശ്രദ്ധയോടുകൂടി ഇത്രയും പരീക്ഷണങ്ങളിലൂടെയൊക്കെ കൂടി ദേവേന്ദ്രൻ ഇത് ചെയ്യണമെങ്കിൽ അപ്പോൾ അതിന് മറ്റു വിദ്യകളെക്കാളും മൂല്യമുണ്ടാകുമല്ലോ എന്ന് അശ്വിനി കുമാരന്മാർക്ക് മനസ്സിലായി. അവർക്ക് വളരെ തീവ്രമായ ആഗ്രഹമുണ്ടായി, അല്ലേ, മുമുക്ഷുത്വമുണ്ടായി, ഞങ്ങൾക്കും ഇത് നേടിയെടുക്കണം എന്നുള്ള തീവ്ര ഇച്ഛയുണ്ടായി. അങ്ങനെ അശ്വിനി കുമാരന്മാരെന്ത് ചെയ്തു, അശ്വിനി കുമാരന്മാരെ അറിയാമല്ലോ, നമ്മൾക്കെല്ലാവർക്കും പുരാണങ്ങളിൽ അറിയാം, ദേവലോകത്തെ വിഷഗുരന്മാരെന്നായിട്ടാണ് അവരെ അറിയപ്പെടുന്നത്. അങ്ങനെ അവരെന്ത് ചെയ്തു, ഇത് മഹർഷിമാരുടെ അടുത്ത് പോയാൽ നമുക്ക് കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ അഥർവണ മഹർഷിയുടെ ആശ്രമത്തിൽ ഇവരെത്തി എന്നാണ് പറയുന്നത്. അഥർവണം എന്ന വാക്കിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ ഈ അഥർവണ വേദമന്ത്രങ്ങളെ ദർശിച്ച മഹാത്മാവ്, അല്ലേ. അതുകൊണ്ട് ആ അദ്ദേഹത്തിനോടുള്ള ആദരണാർത്ഥം അഥർവണ പരമ്പരയുടെ പ്രതിനിധിയായിക്കൊണ്ട് അഥർവണ മഹർഷി എന്ന് പറയും. ഇദ്ദേഹമാണ് സോമയാഗ മന്ത്രങ്ങൾ ലഭ്യമായ മഹാത്മാവെന്നാണ് പറയുന്നത്. നമ്മൾ പഠിച്ചില്ലേ ശിശുബ്രാഹ്മണത്തിലും ഒക്കെ സോമയാഗത്തിനെ കുറിച്ച് പഠിച്ചില്ലേ, അശ്വബ്രാഹ്മണത്തിലും പഠിച്ചു 1-ാം അധ്യായത്തിൽ. അവിടെയും നമ്മൾ അശ്വയാഗത്തിനെ കുറിച്ച് പറയുമ്പോൾ സോമയാഗത്തിൻ്റെ ഉദാഹരണവും കണ്ടിരുന്നു. അപ്പം ഈ സോമയാഗ മന്ത്രങ്ങളുണ്ടല്ലോ, എങ്ങനെയാണ് സോമയാഗം ചെയ്യേണ്ടത്, അല്ലേ, ഏതൊക്കെ രീതികളാണ് അതിൽ അവലംബിക്കേണ്ടത്, അത് ചെയ്താൽ എന്താണ് ഫലം, ആരാണ് ചെയ്യേണ്ടത് ഇത്യാദി സർവവിധ സോമയാഗത്തിന് വേണ്ടിയുള്ള സർവമന്ത്രങ്ങളും സാധനയിലൂടെ ദൃശ്യമായ ആള്, അല്ല, മന്ത്രദ്രഷ്ട, അത് അഥർവണ മഹർഷിയാണ്. അങ്ങനെയുള്ള അഥർവണ മഹർഷി, അപ്പോൾ അദ്ദേഹം വളരെ ശ്രേഷ്ഠനാണെന്ന് അശ്വിനി കുമാരന്മാർക്കറിയാം. അതുമാത്രമല്ല അഗ്നിഹോത്ര മന്ത്രങ്ങൾ, നമ്മൾ എല്ലാ വേദത്തിലും ഉണ്ട് അഗ്നിഹോത്രം, അല്ലേ. അഗ്നിഹോത്ര മന്ത്രങ്ങളും ലഭ്യമായ മഹാത്മാവാണ് അഥർവണ മഹർഷി എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് അഥർവണ വേദ മന്ത്രദൃഷ്ട, പിന്നെ സോമയാഗ വേദമന്ത്രദൃഷ്ട, അഗ്നിഹോത്ര വേദമന്ത്രദൃഷ്ട, ഇത്യാദി
വളരെ വിശേഷണങ്ങളോട് കൂടിയ ഒരു സർവജ്ഞൻ എന്ന് വേണേൽ നമുക്ക് പറയാം. അങ്ങനെയുള്ള ഒരു മഹാത്മാവാണ് അഥർവണ മഹർഷി. പിന്നെ അദ്ദേഹത്തിൻ്റെ പരമ്പരയിലുള്ള എല്ലാവരെയും അഥർവണർ എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ വിളിക്കുന്നതെന്ന് വെച്ചാൽ അഥർവണ മന്ത്രത്തിൽ അഥർവണ വേദത്തിലുള്ള മന്ത്രങ്ങൾ ഉപയോഗിച്ച് യാഗം, പൂജ, ഹോമം ഇത്യാദി അഗ്നിഹോത്രാദികളൊക്കെ ചെയ്യുന്ന ആ ശാഖയിലുള്ള എല്ലാവരെയും അഥർവണർ എന്നാണ് വിളിക്കുന്നത്. അത് ഗുരുവിനോടുള്ള ആദരണാർത്ഥം ശിഷ്യന്മാരെല്ലാം ആ പേര്. ഇപ്പം നമ്മൾ പറയില്ലേ, ശങ്കരാചാര്യന്മാരില്ലേ അല്ലേ, ഭഗവാൻ ശങ്കരാചാര്യ സ്വാമികൾ സ്ഥാപിച്ച 4 മഠങ്ങളിലുള്ള മഠാധിപന്മാർക്ക് എന്താണ് ഒരു ടൈറ്റിലായിട്ട് കൊടുക്കില്ലേ, ശങ്കരാചാര്യർ എന്നുള്ളത് ഒരു പേരല്ല, അത് മാറി ഇപ്പം അതൊരു ടൈറ്റിലായി മാറി അല്ലേ. അപ്പം അതുപോലെ തന്നെ അഥർവണ വേദത്തിലെ മന്ത്രങ്ങളെ പാരായണം ചെയ്യുക, പഠിക്കുക, അതിലെ അഗ്നിഹോത്രാദി യാഗങ്ങൾ ചെയ്യുക, അനുഷ്ഠാനം ചെയ്യുക, പിന്നെ ആ വേദത്തിനെ നിലനിർത്തുക, പരമ്പരകളിലേക്ക് പകർന്നു കൊടുക്കുന്ന എല്ലാ ആചാര്യന്മാരെയും അഥർവണർ എന്നാണ് വിളിക്കുക. അപ്പോൾ അഥർവണർ എന്ന വാക്കിൻ്റെ അർത്ഥം അഥർവണ വേദമന്ത്രം ഉപയോഗിച്ച് യജ്ഞം ചെയ്യുന്ന ആളെന്നാണ്. അഥർവണ വേദത്തിലെ മന്ത്രങ്ങൾ ഉപയോഗിച്ച് യജ്ഞം ചെയ്യുന്ന ആള് പുരോഹിതൻ അല്ലെ. പുരോഹിതന്മാരെ അറിയാമല്ലോ. അവ്യസ്താൻ പുരോഹിതന് സംസ്കൃതത്തിൽ പറയുന്നത്. അവ്യസ്താൻ എന്ന് വെച്ചാൽ പ്രീസ്റ്റ്. ഇതൊക്കെ വെറുതെ ഒരു ഇൻഫർമേഷന് വേണ്ടി പറയുന്നതേ ഉള്ളൂ, വെറുതെ കേട്ടിരുന്നാൽ മതി അല്ലേ. ഇപ്പം ഈ പുരോഹിതന്മാരൊക്കെ ആരാണ്? അഥർവണരാണ്. അപ്പോൾ അത്രയും യാജ്ഞവൽക്യ മഹർഷിയെ പോലെ തന്നെ ശിഷ്യ പരമ്പരകളാൽ സമ്പന്നനാണ് അഥർവണ മഹർഷി. അപ്പോൾ അശ്വിനി കുമാരന്മാർ നിശ്ചയിച്ചു, നമ്മൾ വേറെ എങ്ങും പോകണ്ട, നമ്മൾ ഓടി നടക്കണ്ട എന്നുവെച്ചാൽ നമുക്ക് അഥർവണ മഹർഷിയെ തന്നെ നമുക്ക് ഗുരുവായി സ്വീകരിക്കാം. കാരണം അദ്ദേഹത്തിന് ഇത്രയും ക്വാളിഫിക്കേഷൻ ഉണ്ട് അല്ല. അപ്പം ഇത്രയും ശ്രേഷ്ഠനായ ഒരു ഗുരുവിൻ്റെ അടുത്ത് തന്നെ നമുക്ക് പോകണം എന്ന് നിശ്ചയിച്ചുകൊണ്ട് അശ്വിനി കുമാരന്മാർ എന്ത് ചെയ്തു? അഥർവണ മഹർഷിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഗുരു ഞങ്ങളെ ശിഷ്യരായി സ്വീകരിക്കണം. ഉപദ്വാ യാനി ഇതി അല്ലേ, ഞങ്ങൾ ഗുരു ഉപസത്തി നടത്തുകയാണ്. അപ്പോൾ അഥർവണ മഹർഷി ചോദിച്ചു, എന്താണ് എൻ്റെ അടുത്ത് വന്നത് ഇത്യാദി കാര്യങ്ങളൊക്കെ. അപ്പോൾ അശ്വിനി കുമാരന്മാർ അവരുടെ കഥകളൊക്കെ പറഞ്ഞു. ദേവേന്ദ്രൻ മഹർഷിമാർക്ക് മാത്രമാണ് ഇതിനെ പകർന്നു നൽകിയത്, ദേവലോകത്തുള്ള ഞങ്ങൾക്ക് ആർക്കും ഇത് കിട്ടിയില്ല. അപ്പം ദേവലോകത്തുള്ള എല്ലാവരുടെയും പ്രതിനിധികളായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്, ഞങ്ങൾക്കും ബ്രഹ്മവിദ്യ വേണം എന്ന് അശ്വിനി കുമാരന്മാർ. അപ്പോൾ അഥർവണ മഹർഷി പറഞ്ഞു, ശരി ശരി, നിങ്ങളുടെ ആ മുമുക്ഷുത്വത്തിനെ ഞാൻ മനസ്സിലാക്കുന്നു, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ദേവേന്ദ്രൻ ഞങ്ങൾക്ക് ബ്രഹ്മവിദ്യ നൽകുമ്പോൾ ഞങ്ങൾക്ക് ഇന്ന താക്കീതുകൾ, ഇന്ന കണ്ടീഷൻസ് നൽകിയിരുന്നു. അപ്പോൾ ഞങ്ങളത് പാലിച്ചില്ലേ ഞങ്ങളുടെ ശിരസ് ഛേദിക്കും എന്നാണ് ദേവേന്ദ്രൻ്റെ താക്കീത്. നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങളെക്കാളും നന്നായിട്ട് ദേവേന്ദ്രനെ അദ്ദേഹം അല്ലേ, ദേഷ്യം വന്നാൽ പിന്നെ കണ്ണും മൂക്കും കാണാത്ത ആളാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് ബ്രഹ്മവിദ്യ നൽകുന്നതിൽ ഒരു പ്രയാസവുമില്ല. പക്ഷെ എൻ്റെ ശിരസ് പോയാൽ ഞാൻ എങ്ങനെയാണ് ബ്രഹ്മവിദ്യയെ നിങ്ങൾക്ക് നൽകുക? അങ്ങനെ അഥർവണ മഹർഷി തനിക്കുള്ള ആ ദുർബലതയെ അല്ലെ തനിക്ക് ബ്രഹ്മവിദ്യ നൽകാൻ പറ്റാത്തതിൻ്റെ ആ വിഷമത്തിന് അശ്വിനി കുമാരന്മാരോട് പറഞ്ഞു. അപ്പോൾ അശ്വിനി കുമാരന്മാർ പറഞ്ഞു, ഇത്രയേ ഉള്ളൂ കാര്യം, അങ്ങ് പ്രയാസപ്പെടണ്ട, ഞങ്ങൾ തല പോയാൽ തലയൊക്കെ വെച്ച് തരാൻ കഴിവുള്ള അത്രയും ശ്രേഷ്ഠരായ വൈദ്യരാണ് അല്ലേ. എന്ത് പ്ലാസ്റ്റിക് സർജറി അല്ല, എന്ത് സർജറി വേണേലും നടത്തുവാനുള്ള അത്രയും ദിവ്യരാണ് അശ്വിനി കുമാരന്മാർ. അപ്പോൾ അശ്വിനി കുമാരന്മാർ പറഞ്ഞു, ഞങ്ങളതൊക്കെ ചെയ്തു തരാം, അങ്ങ് അതിനെക്കുറിച്ചൊന്നും വിഷമിക്കേണ്ട. പക്ഷേ അഥർവണ മഹർഷി അപ്പോൾ പറഞ്ഞു, ബ്രഹ്മവിദ്യയെ അനർഹർക്ക് നൽകരുത്, അതുകൊണ്ടാണ് ദേവേന്ദ്രൻ ഇങ്ങനെ ഒരു താക്കീത് നൽകിയത്, അതിനെ സംരക്ഷിക്കണം,
ബ്രഹ്മവിദ്യയുടെ ആ പവിത്രത നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ നൽകിയത്. അല്ലാണ്ട് ശിഷ്യന്മാർക്ക് പരമ്പരകൾക്ക് പകർന്നു നൽകുന്നതിനുള്ള ബുദ്ധിമുട്ട് കൊണ്ടല്ല ദേവേന്ദ്രൻ അങ്ങനെ ചെയ്തത്. പരീക്ഷണ നിരീക്ഷണാദികളിലൂടെ കൊടുത്തില്ലെങ്കിൽ ആരാണോ ബ്രഹ്മവിദ്യ നൽകുന്നത് ആ വക്താവിന് ബ്രഹ്മഹത്യാ പാപമുണ്ടാകും. എന്താണ്? അനർഹർക്ക് ബ്രഹ്മവിദ്യ കൊടുക്കുകയാണെങ്കിൽ കൊടുക്കുന്ന ആൾക്ക് ബ്രഹ്മഹത്യാ പാപം ഉണ്ടാകും. അത് ഗുരുനാഥൻ എപ്പോഴും പറയുന്നത്, മക്കളെ ഇത് വെറുതെ കളയരുതേ, എനിക്ക് പാപം ഉണ്ടാക്കി തരരുതേ എന്ന് പറയും. കാരണം അതുകൊണ്ടാണ് ഗുരുകുലങ്ങളിൽ ഗുരുവിൻ്റെ പരീക്ഷണം നമ്മൾ പല ഉപനിഷത്തുകളിലും കാണുന്നത്, പുരാണങ്ങളിലൊക്കെ കാണുന്നത്. ഗുരുനാഥൻ എന്തുകൊണ്ട് പരീക്ഷിക്കുന്നു? അത് പാപമാണ്. അനർഹർക്ക് കൊടുത്താൽ അതിനെ അവരെന്ത് ചെയ്യും? അനർഹർക്ക് കൊടുത്താൽ അതിനെ അവർ ദുരുപയോഗപ്പെടുത്തും. അപ്പോൾ ആ ബ്രഹ്മവിദ്യയുടെ പവിത്രത നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു നിയമം. അല്ലാണ്ട് ദേവേന്ദ്രൻ വിചാരിക്കുകയാണ് ഇത് എനിക്ക് മാത്രം സ്വന്തമായിരിക്കുക, അതിനു വേണ്ടിയല്ല. ആ ഒരു എന്താ പറയുക, തൻ്റെ കയ്യിൽ മാത്രം ഇരിക്കണമെന്നുള്ള സ്വാർത്ഥത കൊണ്ടല്ല. ഇതിൽ സ്വാർത്ഥതയുടെ കാര്യമേ ഇല്ല. എന്താണ്? അനർഹർക്ക് കൊടുത്താൽ ഇതിൻ്റെ പവിത്രത നഷ്ടപ്പെടും. നമ്മൾ കാണുന്നതാണ്, ലോകത്ത് മുഴുവൻ കാണുന്നതാണത്. എത്ര രീതി ഇത് നിങ്ങളൊരു 50 വർഷം മുമ്പ് അല്ലെ ഒരു 10-30 വർഷം മുമ്പൊന്നും എടുത്തു നോക്കിയേ, അപ്പോഴത്തെ പവിത്രതയുണ്ടോ ഇപ്പോൾ യൂട്യൂബ് മുഴുവൻ. അപ്പോൾ അതുകൊണ്ട് എന്താണ്, നമുക്ക് മായമേതാണ് സത്യമേതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തത്ര മാറിപ്പോയി കാലം. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആളുകൾ അവനവൻ്റെ ഇഷ്ടത്തിന് വ്യാഖ്യാനിക്കുകയാണ്, അല്ലേ? എന്തെല്ലാം തരത്തിലാണ് വ്യാഖ്യാനങ്ങൾ. ഇപ്പോൾ എന്ത് സംഭവിച്ചു? പണ്ടത്തെ അത്ര പവിത്രത ഇല്ലാണ്ടായി മാറി, അല്ലേ? കാരണം ഇതൊരു ബിസിനസ്സായി മാറി ഇപ്പോൾ. അപ്പം അത് അന്നേ ത്രേതായുഗത്തിലെ കാര്യമാണ് ഈ പറയണത്. അന്നേ ഗുരു പരമ്പരയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഇവരെ ഇങ്ങനെ ഒരു നിയമം വെച്ചത്. അല്ലാണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിലുള്ള സ്വാർത്ഥതയല്ല. ഇപ്പോഴങ്ങനെ ദേവേന്ദ്രൻ ഇങ്ങനെ നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അശ്വിനി കുമാരന്മാർ പറഞ്ഞു, അങ്ങ് വിഷമിക്കണ്ട, ഞങ്ങളെയും പരീക്ഷിച്ചോളൂ. ഞങ്ങൾ തീവ്രമായ മുമുക്ഷുത്വത്തോടു കൂടി മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അല്ലാണ്ട് ഞങ്ങൾക്ക് ഇതിലൂടെ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് വിത്തം സമ്പാദിക്കാനോ പേരും പ്രശസ്തി ഒന്നും സമ്പാദിക്കാൻ വേണ്ടിയല്ല, ഞങ്ങൾക്ക് ഇതിലൂടെ മോക്ഷമാണ് വേണ്ടത്. അപ്പോൾ ആ തീവ്ര മുമുക്ഷുത്വം അശ്വിനി കുമാരന്മാരുടെ കണ്ടിട്ട് അഥർവണ മഹർഷി മനസ്സിലാക്കി. ശിഷ്യന്മാർ നിസാരക്കാരല്ല, ശിഷ്യന്മാർക്കിത് പകർന്നു കൊടുക്കണമെന്ന് അശ്വിനി കുമാരന്മാരുടെ നമ്മൾക്ക് അറിയാമല്ലോ. അവരുടെ ആ മുമുക്ഷുത്വം കാണുമ്പോൾ എത്രയും ശ്രേഷ്ഠനായ മഹാത്മാവാണ് അഥർവണ മഹർഷി. അപ്പോൾ അദ്ദേഹത്തിന് എന്തായാലും മനസ്സിലാകുമല്ലോ. അപ്പോൾ അശ്വിനി കുമാരന്മാരോട് പറഞ്ഞു, ശരി, ഞാൻ സമ്മതിക്കുന്നു, പക്ഷേ എനിക്ക് തലയില്ലാണ്ട് പറയാൻ പറ്റൂല, അതുകൊണ്ട് നിങ്ങൾ അതിനുള്ള പോംവഴിയും കൂടെ കാണണോ. അപ്പോൾ അശ്വിനി കുമാരന്മാർ എന്ത് ചെയ്തു? ഇത് നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ഇനി ശതപഥ ബ്രാഹ്മണം എന്ന് പറഞ്ഞ് നമ്മൾ ഇനിയും വരുന്ന ബ്രാഹ്മണങ്ങൾ, ശതപഥ ബ്രാഹ്മണം മറന്നു പോകരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രാഹ്മണമാണ്. അവിടെ ഇതേ കാര്യം ഇനിയും ആവർത്തിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അശ്വിനി കുമാരന്മാരോട് പറഞ്ഞു, നിങ്ങൾ അതിന് പോംവഴി കാണണമെന്ന് പറഞ്ഞു. അശ്വിനി കുമാരന്മാർ എന്ത് ചെയ്യുന്നു? അശ്വത്തിൻ്റെ തല കൊണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ തല അറുത്തുമാറ്റി അശ്വത്തിൻ്റെ തല അവിടെ കൊണ്ടുവച്ചിട്ട് ബ്രഹ്മവിദ്യ ഉപദേശിക്കുകയാണ് അഥർവണ മഹർഷി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ എങ്ങനെ നടക്കുമെന്ന്. മഹാസിദ്ധന്മാരാണ് ഇവരൊക്കെ. അപ്പോൾ ഇവർ നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെ ആശ്ചര്യമായിരിക്കാം, പക്ഷെ അവരെ സംബന്ധിച്ച് ഇതൊക്കെ നിസ്സാരമാണ്, അല്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ബ്രഹ്മവിദ്യയോ നേടിയെടുക്കുവാനുള്ള തീവ്ര മുമുക്ഷുത്വം അതേ ഈ കഥയിൽ നിന്നും എടുക്കാവുള്ളൂ. അല്ലാണ്ട് ഇതൊക്കെ എങ്ങനെ നടന്നു, പ്രാക്ടിക്കലാണോ ഇംപ്രാക്ടിക്കലാണോ ഇത്യാദി നിരീക്ഷണങ്ങളിലേക്ക് നമ്മൾ പോകണ്ട. അവരുടെ മുമുക്ഷുത്വത്തെ വളരെ ശ്രേഷ്ഠമായി കാണിക്കാൻ വേണ്ടിയാണ് ഈ കഥ പറയുന്നത്. അങ്ങനെ അശ്വിനി കുമാരന്മാർ ആ
സംരക്ഷിക്കുകയാണ് അഥർവണ മഹർഷിയുടെ ശിരസ്സിനെ. അങ്ങനെ ആ ശിരസ്സിലൂടെ അശ്വിനി കുമാരന്മാർക്ക് അഥർവണ മഹർഷി ബ്രഹ്മവിദ്യ ഉപദേശിക്കുകയാണ്. ആ ഉപദേശിച്ചതാണ് നമ്മൾ 1 മുതൽ 15 വരെയുള്ള മന്ത്രങ്ങളിൽ കണ്ടത്. ആ ബ്രഹ്മവിദ്യയുടെ താല്പര്യം എന്താണ്? അദ്വൈതം, സർവാത്മഭാവം. അത് എങ്ങനെ നേടിയെടുക്കണമെന്ന് ഒരു പോംവഴി ഈ 14 വരെയുള്ള മന്ത്രങ്ങളിൽ പറഞ്ഞു കൊടുത്തു. ആരാണോ ഈ മാർഗം അവലംബിക്കുന്നത് അവർക്ക് എന്ത് ഫലമാണ് കിട്ടുന്നതെന്ന് ഫലശ്രുതിയായിട്ട് 15ാമത്തെ മന്ത്രത്തിൽ ജ്ഞാനിയുടെ വാക്കുകളിലൂടെ നമ്മൾ കണ്ടു. അങ്ങനെ അശ്വിനി കുമാരന്മാർക്ക് ഇത് പറഞ്ഞു കൊടുത്തു. എങ്ങനെ ബ്രഹ്മവിദ്യ ഉപദേശിക്കുന്ന ആ പാഠ്യപദ്ധതിയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ തത്വബോധം പഠിച്ചു, അവിടെ ടെക്നിക്കൽ ടേംസ് ഒക്കെ പഠിച്ചു അല്ലേ, സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരം പഠിച്ചു, പഞ്ചകോശം പഠിച്ചു, പിന്നെ എന്തൊക്കെയാണ് പഠിച്ചേ, പിന്നെ നമ്മൾ എന്താ പറയുക, പഞ്ചമഹാഭൂതം പഠിച്ചു, സൃഷ്ടി പഠിച്ചു, ഇത്യാദി ക്രമമൊന്നും ഇവിടെ ഇല്ല അല്ലേ. ശിഷ്യന്മാർ വന്നു, അവർക്ക് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അല്ല നമ്മളെപ്പോലെ ഓരോ ക്ലാസ് ജയിച്ച് അതിൻ്റെ വിസ്താരമൊന്നും ഇവിടെ പറയുന്നില്ല. അവർക്ക് അതിൻ്റെ ആവശ്യവുമില്ല. കാരണം അത്രയും ശ്രേഷ്ഠരായ മുമുക്ഷുക്കളായ ശിഷ്യന്മാരാണ് അശ്വിനി കുമാരന്മാർ. അതുകൊണ്ട് അവർക്ക് എന്താണ്, ഒരു മാർഗം മാത്രം. എങ്ങനെയാണോ നമ്മുടെ അജാതശത്രു ഗാർഗ്യൻ 12 വർഷം ഗുരുകുലത്തിൽ പഠിച്ചു വന്ന വിദ്യാർത്ഥിയാണ്. ആ അഹങ്കാരം മാറുവാനായിട്ട് സുഷുപ്തി എന്ന ഒറ്റ വിചാരത്തെ പറഞ്ഞു കൊടുത്തുള്ളൂ. അതിലൂടെ ഗാർഗ്യന് തൻ്റെ തെറ്റ് മനസ്സിലാക്കി അദ്ദേഹം മോക്ഷത്തിലേക്ക് പോകുന്ന കണ്ടില്ലേ. അതുപോലെ തന്നെ ഇവിടെ അശ്വിനി കുമാരന്മാർക്ക് ഒറ്റ ഉപായമേ പറഞ്ഞു കൊടുത്തുള്ളൂ, സർവാത്മഭാവം എന്ന ഉപായം. നമ്മൾ വിചാരിക്കരുത് ഇത് മാത്രം മതിയെന്നല്ല, അനേകം ഉപായങ്ങളുണ്ട്. ശിഷ്യൻ്റെ അധികാരമനുസരിച്ച് ഗുരു ഉപദേശിക്കുന്ന രീതിയാണത്. അപ്പോൾ ഇവിടെ ഒരു ഉപായം പറഞ്ഞു കൊടുത്തു, അതാണ് സർവാത്മഭാവം എന്ന ഉപായം. അതിലൂടെ ഉപദേശിക്കും. അപ്പോൾ ഇതെല്ലാം ഉപദേശിച്ചു. ഉപദേശത്തിനനന്തരം ഫലശ്രുതിയും പറഞ്ഞു കൊടുത്തു. അപ്പോൾ അശ്വിനി കുമാരന്മാർക്ക് ബ്രഹ്മവിദ്യ മനസ്സിലായി. അപ്പോൾ ഇത് ദേവേന്ദ്രൻ അറിഞ്ഞു. അപ്പോൾ ദേവേന്ദ്രൻ എന്താണ്, തന്നോട് ചോദിക്കാതെ ചെയ്തു അഥർവണ മഹർഷി അല്ലേ, ഇത്രയും താക്കീത് കൊടുത്തു പോയതാണ്. അപ്പോൾ പിന്നെ ശിഷ്യന്മാർക്ക് പരീക്ഷണത്തിലൂടെയാണോ കൊടുത്തത്, അർഹർക്കാണോ കൊടുത്തത്, ഇല്ലെങ്കിൽ ദേവേന്ദ്രൻ ബ്രഹ്മഹത്യാപാപം അനുഭവിക്കണം അല്ലേ. ബ്രഹ്മഹത്യാപാപം എന്തെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് മുമ്പ്, അതുകൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല. ഈ അധ്യായത്തിൽ തന്നെ നമ്മൾ പഠിച്ചതാണ്. അങ്ങനെ ദേവേന്ദ്രൻ ഇതറിഞ്ഞിട്ട് പിന്നെ എന്തായിരിക്കും കഥ, ദേവേന്ദ്രന് പിന്നെ ദേവലോകത്ത് ഇരിക്കപ്പെടുന്നില്ല. ദേവേന്ദ്രൻ അഥർവണ മഹർഷിയുടെ അടുത്ത്, കാരണം അനേകം മഹർഷിമാർക്ക് കൊടുത്തത്, അവരാരും ഇത് ചെയ്തില്ല, ദേവേന്ദ്രനോട് ചോദിക്കാണ്ട് ആരും ചെയ്തില്ല. അപ്പോൾ ഇത്രയും അഹങ്കാരം കാണിച്ചോ എന്നുള്ള ആ ദേഷ്യം കൊണ്ട് ദേവേന്ദ്രൻ വന്നിട്ട് എന്ത് ചെയ്യുന്നു, തലയറുത്ത് മാറ്റി. അവിടെ ആരുടെ തലയാണ് ഇരിക്കുന്നതെന്നോ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇതൊന്നും ദേവേന്ദ്രൻ ചിന്തിക്കുന്നില്ല. അതൊന്നും കാണാനുള്ള കണ്ണില്ല. ദേഷ്യം കൊണ്ട് ആ അജ്ഞാനത്തിൽ മൂടപ്പെട്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ബ്രഹ്മവിദ്യ കേട്ടയാളാണ്. അതാണ് ഈ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബ്രഹ്മവിദ്യ കേട്ടെന്ന് പറഞ്ഞിട്ട് മോക്ഷം കിട്ടൂല, ഒരു മാറ്റവും ഉണ്ടാവില്ല അല്ലേ. അജ്ഞാനം മാറിയാലേ ഉള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ ബ്രഹ്മവിദ്യ കേട്ടയാൾ ഒരിക്കലും ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല. സർവാത്മഭാവം ഉള്ള ആളായിരിക്കണ്ടേ ദേവേന്ദ്രൻ. ശ്രദ്ധിക്കണേ, നമ്മൾ ഈ കഥകളിലൂടെ പോയിട്ട് കാര്യമില്ല, അതിലെ താല്പര്യം മനസ്സിലാക്കണം. മാറിയിട്ടില്ല. മാറിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇത്രയും ദേഷ്യപ്പെടുവാൻ സാധിക്കില്ലായിരുന്നു. അങ്ങനെ പക്ഷെ അഥർവണ മഹർഷിക്ക് അത് മനസ്സിലായി. അതുകൊണ്ടാണ് അദ്ദേഹം അർഹരായ ശിഷ്യന്മാർ, തൻ്റെ തല പോയാലും കുഴപ്പമില്ല, ശിഷ്യന്മാർക്ക് നൽകണമെന്നുള്ള ദൃഢനിശ്ചയമുണ്ടായത്. അങ്ങനെയാണ് തല കൊണ്ട് ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത്. അവരത് മാറ്റി അശ്വത്തിൻ്റെ തല വെക്കുന്നു. എങ്ങനെയാണ് ശങ്കരാചാര്യസ്വാമികൾ പരകായ പ്രവേശം നടത്തിയില്ല, അതുപോലെ സിദ്ധിയാണ് ഇതൊക്കെ. അപ്പം ശിഷ്യന്മാർ ആ ഒറിജിനൽ തലയെ സംരക്ഷിച്ചു എന്നാണ് പറയണത്. അങ്ങനെ നമ്മൾ മനസ്സിലിത് ഭാവന ചെയ്യണം കേട്ടോ. അപ്പം നമ്മളിത് മറക്കൂല്ല ഈ കഥ. അങ്ങനെ എന്ത് ചെയ്തു,
ദേവേന്ദ്രൻ വന്ന് തലയറുത്തു. അശ്വത്തിൻ്റെ തല പോയി. തലയറുത്താൽ മതി, അത് ആരുടെ തലയാണ്? ദേവേന്ദ്രൻ അതിലൊന്നുമുള്ള കണ്ണില്ല. അദ്ദേഹം പോയി, ഒരു ചോദ്യമില്ല, പറച്ചിലില്ല. അപ്പം അശ്വിനി കുമാരന്മാരെന്ത് ചെയ്തു? അശ്വത്തിൻ്റെ തല അറുന്നു പോയല്ലോ, അപ്പോൾ കഴുത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു? ആ ഒറിജിനൽ അഥർവണ മഹർഷിയുടെ ശിരസ്സിനെ അവർ വീണ്ടും അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അഥർവണ മഹർഷി അതിനെ സ്വീകരിക്കുന്നു. അപ്പം മനസ്സിലായി, നിങ്ങൾ യഥാർത്ഥ ശിഷ്യന്മാരാണ്, യഥാർത്ഥ മുമുക്ഷുക്കളാണ്. ഞാൻ അർഹർക്ക് തന്നെയാണ് ബ്രഹ്മവിദ്യയെ നൽകിയതെന്ന് അഥർവണ മഹർഷി കൃതാർത്ഥനാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ അശ്വിനികുമാരന്മാർ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അവരുടെ ഗുരുദക്ഷിണ, ആ ശിരസ്സാണ്, ഗുരുവിൽ നിന്നും അറുത്തെടുത്ത ആ ശിരസ് തന്നെയാണ് ഗുരുദക്ഷിണയായി അശ്വിനികുമാരന്മാർ തിരിച്ചു കൊടുക്കുന്നത്. അതാണ് ഈ കഥ. ഇനി നമുക്ക് മന്ത്രത്തിലേക്ക് വരാം. മന്ത്രത്തിൽ ഈ കഥയുടെ പ്രാധാന്യം, ഇനി ഈ കഥ എന്താണോ നമ്മൾ പറഞ്ഞത് അത് മന്ത്രരൂപത്തിൽ യാജ്ഞവൽക്യ മഹർഷി നമ്മളോട് പറയുകയാണ്. അപ്പോൾ ഈ കഥയുടെ താല്പര്യം ഇന്നലെ നമ്മൾ എഴുതിയ 4 പോയിന്റുകളാണ്. നമുക്കതൊന്ന് വായിക്കാം. എന്താണ്? മധുവിദ്യാസ്തുതി എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തെ പോയിന്റ് എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്ദ്രേണ രക്ഷിതാ വിദ്യ എന്ന് വെച്ചാൽ എന്താണ്? ഇന്ദ്രനാൽ രക്ഷിക്കപ്പെട്ട വിദ്യ എന്ന് വെച്ചാൽ എന്താണ്? ഇന്ദ്രൻ ഒരു നിയമമേ ബ്രഹ്മവിദ്യ പകർന്നു നൽകിയ ഋഷിമാർക്ക് പറഞ്ഞു കൊടുത്തുള്ളൂ. എന്താണ്? നിങ്ങൾ അർഹതയുള്ളവർക്കേ ഇത് കൊടുക്കാവുള്ളൂ, അനർഹർക്ക് ബ്രഹ്മവിദ്യയെ കൊടുക്കരുത്. ആരാണോ അനർഹർക്ക് ബ്രഹ്മവിദ്യ കൊടുക്കുന്നത് അവർ ഗുരുപരമ്പരയോട് ചെയ്യുന്ന പാപമാണ്. അത് കളങ്കപ്പെട്ടു പോകുവാനുള്ള ചാൻസസ് അല്ലേ, സാധ്യതകൾ അനവധിയാണ്. അതുകൊണ്ട് അത് അർഹർക്കേ കൊടുക്കാവൂ. ഇത് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുക്തികോപനിഷത്തിൽ ഭഗവാൻ രാമചന്ദ്ര പ്രഭു ഹനുമാൻ സ്വാമിജിയോടും പറയുന്നുണ്ട്. സമയം കിട്ടുമ്പോൾ എടുത്ത് നോക്കണേ, മുക്തികോപനിഷത്ത്. അവിടെയും പറയുന്നുണ്ട് ഹനുമാൻജിയോട് ബ്രഹ്മവിദ്യ പറഞ്ഞതിന് ശേഷം, അല്ല എനിക്ക് വേറെ ഒരു ദക്ഷിണയും വേണ്ട ഹനുമാനെ, നീ ഇത് നിൻ്റെ അടുത്ത് വരുമ്പോൾ അർഹർക്കേ കൊടുക്കാവൂ എന്ന് പറയുന്നുണ്ട്. അത് തന്നെ ഇത്. അപ്പം നമ്മൾ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട് ഇത്. അതിൻ്റെ അർത്ഥം അത്രയും പ്രാധാന്യമുണ്ട് ഇതിന്. രണ്ടാമത്തെ എന്താണ്? ദുഷ്പ്രാപാദ വിദ്യ അല്ലേ. അപ്പോൾ ഈ കഥയായിട്ട് എങ്ങനെയാണ് അത് കണക്ട് ചെയ്യുന്നത്? ഇത് വളരെ പരിശ്രമിച്ചേ നേടിയെടുക്കാവൂ. അപ്പോൾ അശ്വിനി കുമാരന്മാർ അവർക്ക് ലഭ്യമായില്ല ദേവലോകത്ത്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഇത് എവിടെയാണ് കിട്ടുന്നത്, ആർക്കാണ് ദേവേന്ദ്രൻ കൊടുത്തതെന്ന് മനസ്സിലാക്കി അവിടെ വന്നു ഗുരുവിൻ്റെ അടുത്ത് ശരണാഗതരായി ഞങ്ങൾ അർഹരാണെന്ന് തെളിയിച്ചു കൊടുത്തു. അവരുടെ വാക്കുകളിലൂടെ അവരുടെ രീതികളിലൂടെ ഗുരുനാഥന് മനസ്സിലായി അശ്വിനികുമാരന്മാർ ഇത് ബ്രഹ്മവിദ്യ നേടിയെടുക്കാൻ വന്നത് മറ്റൊരു സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വേണ്ടിയല്ല, അവർക്ക് ബ്രഹ്മവിദ്യ വേണമെന്നുള്ള തീവ്രമായ മുമുക്ഷുത്വം കൊണ്ടാണ് വന്നതെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് അഥർവണ മഹർഷി തൻ്റെ ശിരസ് ഛേദിക്കാൻ അശ്വിനികുമാരന്മാർക്ക് അർഹത കൊടുക്കുന്നത്, അല്ലെ അനുമതി കൊടുക്കുന്നത്. അപ്പോൾ ഇത് എളുപ്പത്തിൽ കിട്ടൂല. അതാണ് രണ്ടാമത് ആ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദുഷ്പ്രാപാദ വിദ്യ അല്ലേ. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ എടുത്തു നോക്കിയേ, നമ്മൾക്ക് എളുപ്പത്തിൽ കിട്ടിയാൽ അതിനൊരു വില ഉണ്ടാവില്ല അല്ലേ. ഏത് കാര്യവും എടുത്തോളൂ. ബ്രഹ്മവിദ്യ എന്നത് പിന്നീടുള്ള കാര്യം. സാധാരണ ജീവിതത്തിൽ തന്നെ എടുത്തോളൂ. നമ്മൾ വളരെ പരിശ്രമിച്ച് നേടിയെടുക്കുമ്പോൾ അതിനൊരു മഹത്വമുണ്ടാകും. നമ്മളതിനെ സംരക്ഷിക്കാൻ തയ്യാറാകും അല്ലേ. നമ്മൾ പരിശ്രമിച്ച് കഷ്ടപ്പെട്ട് നേടിയെടുക്കുമ്പോൾ നമ്മളതിന് ഒരു മഹത്വ ബുദ്ധി കൊടുക്കും, നമ്മളത് സംരക്ഷിച്ചു വെക്കും അല്ലേ. ഏതൊരു കാര്യം എടുത്തോളൂ. പിന്നീട് ബ്രഹ്മവിദ്യയെക്കുറിച്ച് ആലോചിക്കാം അല്ലേ. നമ്മൾ പഠിക്കുന്നതായിക്കോട്ടെ, എനിക്ക് ഇന്ന ഡിഗ്രി വേണം, അല്ലെ ഇന്ന ഇത് വേണം. നമ്മൾ ചെറുപ്പം മുതലുള്ള ഓരോ കഥകൾ ആലോചിച്ച് നോക്കിക്കോളൂ നമ്മുടെ ജീവിതത്തിലെ തന്നെ. അപ്പോൾ അതിനെന്ത് ചെയ്യും? അത്രയും പരിശ്രമിച്ച് നേടുമ്പോൾ അതിൻ്റെ മഹത്വം നമ്മൾക്കറിയാം. അതുകൊണ്ടത് നമ്മൾ സംരക്ഷിച്ചു വെക്കും
അത് തന്നെയാണ് ഇവിടെയും ദുഷ്പ്രാപാദ വിദ്യ എന്ന് പറഞ്ഞത്. അടുത്ത എന്താണ്? കർമ്മ നിരപേക്ഷാ വിദ്യ. മൂന്നാമത്തെ പോയിന്റ് നമ്മൾ എഴുതിയത് കർമ്മ നിരപേക്ഷ. അതെങ്ങനെ ഈ കഥയുമായി കണക്ട് ചെയ്യും? വിത്തത്തിനാൽ അടയേണ്ടതല്ല അല്ലേ. എൻ്റെ ശിരസ് പോയാലും അഥർവണ മഹർഷിക്ക് പ്രശ്നമില്ല. കാരണം അദ്ദേഹത്തിന് ഒന്നും വേണ്ട. ആരാണോ അർഹര് അവർക്ക് കൊടുക്കുക എന്ന ഒറ്റ താല്പര്യമേ അഥർവണ മഹർഷിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് ഇതുകൊണ്ട് തനിക്ക് വിത്തം വേണമെന്നോ, കാരണം ബ്രഹ്മവിദ്യ പഠിപ്പിച്ച വിത്തം തേടി വരും നമ്മളെ അല്ലേ. അപ്പോൾ അനേകം ശിഷ്യന്മാരുണ്ടായി എനിക്ക് വലിയ ഗുരുകുലം നടത്തണമെന്നോ അല്ലെ, ആ ഗുരുകുലത്തിലൂടെ എനിക്ക് ധനം, ധാന്യം, പശു, ബഹുപുത്ര ലാഭം ഇതൊന്നും വേണ്ട അഥർവണ മഹർഷി അല്ലേ. തൻ്റെ മുന്നിൽ ഒന്നുമില്ലാത്തവരാണ് വരുന്നതെങ്കിലും അവർക്ക് അർഹതയുണ്ടോ എന്ന് മാത്രമേ അഥർവണ മഹർഷി പരീക്ഷിച്ചുള്ളൂ. അത് മാത്രമേ നോക്കിയിട്ടാണ് കൊടുത്തത് അല്ലേ. അശ്വിനി കുമാരന്മാർ പറഞ്ഞില്ല ഞങ്ങൾ ഇത്ര വിത്തം തന്ന് ഞങ്ങൾ അങ്ങയെ വിലക്കെടുക്കാമെന്നൊന്നും പറഞ്ഞില്ല. അവരുടെ മുമുക്ഷുത്വം മാത്രം കണ്ടിട്ടാണ് അശ്വിനി കുമാരന്മാർക്ക് അഥർവണ മഹർഷി കൊടുത്തത്. അപ്പോൾ വിത്തം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുന്നതല്ല. വിത്തത്തിനോടൊപ്പം പിന്നെ എന്താണ്? പണം ഉണ്ടെങ്കിൽ അതിനോടൊപ്പം വന്നു ചേരുന്ന മറ്റ് പല കാര്യങ്ങളും ഉണ്ട്. നമ്മൾ തന്നെ ആലോചിച്ചാൽ അറിയാം അല്ലേ. പേര്, പ്രശസ്തി, അംഗീകാരം, ബഹുമാനം, ഇതൊക്കെ വിത്തം ഉണ്ടെങ്കിൽ നമ്മൾക്ക് വന്നു ചേരും അല്ലേ. നമ്മൾ ലോകത്ത് കാണുന്നതാണ്. എത്ര വലിയ പാപം ചെയ്യുന്നവരാണെങ്കിലും അവർക്ക് അവരുടെ അടുത്ത് ധനമെന്ന ആ സമ്പത്തുണ്ടെങ്കിൽ അതുകൊണ്ട് എല്ലാ അംഗീകാരങ്ങളും അവർ നേടിയെടുക്കുന്നത് നമ്മൾ വ്യവഹാര ലോകത്ത് കാണുന്നതാണ്. എത്രയോ ഉദാഹരണങ്ങൾ നിത്യജീവിതത്തിൽ കാണാം. അപ്പോൾ അത് അഥർവണ മഹർഷിക്ക് അറിയാം. അദ്ദേഹത്തിന് എന്ത് വേണ്ട? കർമ്മനിരപേക്ഷ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വിത്തം വേണ്ട, ലോകത്തിൻ്റെ പ്രശംസ വേണ്ട, പേര് വേണ്ട, ബഹുമാനം വേണ്ട, അംഗീകാരം, ഇതൊന്നും വേണ്ട അദ്ദേഹത്തിന്. അതാണ് യഥാർത്ഥ ഗുരു അല്ലേ. അല്ലാണ്ട് എൻ്റെ അടുത്തേക്ക് മാത്രം വരൂ, മറ്റിടത്ത് പോകരുത്, അങ്ങനെ ഒന്നുമില്ല അല്ലേ. എത്ര ട്രാൻസ്പെറൻ്റ് ആണെന്ന് നോക്കൂ അഥർവണ മഹർഷി. എങ്ങനെയാണ് ഒരു ഗുരു ആയിരിക്കേണ്ടത് എന്ന് കാണിച്ചു തരികയാണ്. തന്നെക്കാളും കേമരാകണം ശിഷ്യർ എന്നുള്ള ആ വിശാല മനസ്സാണ് ഗുരുവിനുള്ളത്. അതുകൊണ്ടാണ് ശിരസ് ശിഷ്യന്മാരുടെ പാദത്തിൽ സമർപ്പിക്കാൻ ഗുരു തയ്യാറായത്. ഏത് ഗുരുനാഥൻ അങ്ങനെ ചെയ്യും? തൻ്റെ ശരീരം കളഞ്ഞിട്ട്. ഇവരെ ആദ്യമായിട്ട് കാണുകയാണ് അശ്വിനി കുമാരന്മാരെ. ഒരു പരിചയവും ഇല്ല. ഇവർ വൈദ്യരാണെന്നൊക്കെ പറയുന്നു. ഇവർ മുമ്പ് സർജറി ചെയ്തതൊന്നും അഥർവണ മഹർഷി കണ്ടിട്ടില്ല. പക്ഷേ അവരെ വിശ്വസിച്ചു. ശിഷ്യരെ അകമഴിഞ്ഞ് വിശ്വസിക്കുക എന്നതാണ് ഗുരുവിന് വേണ്ട ഏറ്റവും ക്വാളിറ്റി. നമുക്കറിയില്ല അവരുടെ ഉള്ളിൽ എന്താണ് എന്ന്. പക്ഷെ എങ്കിലും ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് എൻ്റെ മുന്നിൽ വന്ന ശിഷ്യരെ ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ശിരസ് കൊടുക്കാൻ സാധിച്ചത്. നമ്മളാണെ കൊടുക്കുമോ? ശിരസ് പോയിട്ടൊരു ഒരു മിഠായി നമ്മൾ കൊടുക്കുമോ? നമ്മുടെ കയ്യിലുള്ളത് അല്ലേ. ഒരു പുസ്തകം നമ്മൾ കൊടുക്കുമോ? ആരെങ്കിലും വന്ന് ചോദിച്ചാൽ നമ്മൾ ആലോചിക്കും, അയ്യോ, അപ്പോഴാണ് ഇവിടെ ശിരസ് കൊടുക്കുന്നത്. അപ്പോൾ ഗുരുവിൻ്റെ മഹത്വം ഒന്ന് ആലോചിച്ച് നോക്കിയേ. വളരെ ശ്രേഷ്ഠ. അഹോഭാഗ്യം, അഹോഭാഗ്യം, അഹോ ഗുരുർ, അഹോ ഗുരുർ. ഇങ്ങനെ ഒരു ഗുരുവിനെ കിട്ടാൻ അനേകം ജന്മങ്ങളുടെ പുണ്യം വേണം, മഹാഭാഗ്യം വേണം, കൃപ വേണം. അതൊക്കെ അശ്വിനി കുമാരന്മാർക്കുണ്ട്. അതുകൊണ്ടാണ് കിട്ടിയത്. ഒന്നും വേണ്ട, എൻ്റെ ശിരസ് പോയാലും ഞാൻ നിങ്ങൾക്ക് ബ്രഹ്മവിദ്യ നൽകാം എന്ന് പറഞ്ഞത്. അടുത്തത് എന്താണ്? ആത്മരതിഹി ഹേതു ബ്രഹ്മവിദ്യ അല്ലേ. അതായത് ബ്രഹ്മവിദ്യ കൊണ്ട് ഞാൻ എന്ത് സന്തോഷത്തെയാണോ അടഞ്ഞത് അത് അഥർവണ മഹർഷിക്ക് ലഭ്യമായി. ആ ആത്മരതി എന്ന് വെച്ചാൽ മോക്ഷം, ജീവൻ മുക്തി, ആ സന്തുഷ്ടി, തൃപ്തിയെ
അഥർവണ മഹർഷിക്ക് ലഭ്യമായി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ശരീരഭയമില്ലാണ്ട് ശിരസിനെ കൊടുക്കാൻ സാധിച്ചത്, മരണഭയമില്ലാണ്ട് ശിരസിനെ കൊടുക്കാൻ സാധിച്ചത്. അദ്ദേഹം തൃപ്തനാണ്. ഇനി എൻ്റെ ശരീരം പോയാൽ എന്താ, സീറോ കംപ്ലൈൻറ്റ്, എനിക്കൊരു പ്രശ്നമില്ല. എൻ്റെ മുന്നിൽ നിൽക്കുന്നത് അർഹരായ ശിഷ്യരാണെങ്കിൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല. എനിക്ക് വിത്തം വേണ്ട, എനിക്ക് അംഗീകാരം വേണ്ട, ബഹുമാനം വേണ്ട, ശരീരം വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് ലഭിച്ച ആനന്ദത്തെ അത് എൻ്റെ മുന്നിൽ അർഹരായി നിൽക്കുന്ന തീവ്ര മുമുക്ഷുക്കളായ ശിഷ്യരായ അശ്വിനികുമാരന്മാർക്കും വേണം എന്നുള്ള ആ തീവ്രമായ ഇച്ഛയുള്ളത് കൊണ്ടാണ് ബ്രഹ്മവിദ്യയെ അശ്വിനികുമാരന്മാർക്ക് തൻ്റെ ശിരസ് സമർപ്പിച്ചുകൊണ്ട് ഗുരുനാഥൻ കൊടുത്തത്. സാധാരണ ശിഷ്യരാണ് ശിരസ് സമർപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ബ്രഹ്മവിദ്യയെ നേടിയെടുക്കുന്നത് ശിഷ്യരാണ് ഗുരുവിന് സമർപ്പിക്കുന്നത്. ഇവിടെ നേരെ തിരിച്ച് ഗുരുനാഥൻ ശിഷ്യർക്ക് തൻ്റെ ശിരസിനെ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഗുരുവിൻ്റെ മഹത്വമാണ് അഥർവണ അശ്വിനികുമാര ഗുരു ശിഷ്യ സംവാദ രൂപത്തിൽ യാജ്ഞവൽക്യ മഹർഷി നമ്മളോട് പറയുന്നത്. ബാക്കി നമുക്ക് നാളെ കാണാം. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഹരിഃ ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം.